മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന സംഘടനയായ അയുത്ത് ഓച്ചിറയിൽ ജനകീയ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. മതസൗഹാർദ്ദം, മയക്കുമരുന്ന് ദുരുപയോഗം, സ്ത്രീ ശാക്തീകരണം എന്നീ വിഷയങ്ങളിൽ പൊതുജന ശ്രദ്ധയും അവബോധവും കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മതസൗഹാർദ്ദം, മയക്കുമരുന്ന് ദുരുപയോഗം, സ്ത്രീ ശാക്തീകരണം എന്നീ വിഷയങ്ങളിൽ പൊതുജന അവബോധ ക്യാമ്പയിനുമായി മാതാ അമൃതാനന്ദമയി മഠം രംഗത്തെത്തി. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന സംഘടനയായ അയുത്തിന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. മതസൗഹാർദ്ദം, മയക്കുമരുന്ന് ദുരുപയോഗം, സ്ത്രീ ശാക്തീകരണം എന്നീ വിഷയങ്ങളിൽ പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മാതാ അമൃതാനന്ദമയിയുടെ പ്രഥമ ശിഷ്യനും അമൃത വിശ്വവിദ്യാപീഠം പ്രസിഡന്റുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി മുഖ്യ നേതൃത്വം വഹിക്കുന്നു. ദയാപൂർവമുള്ള ഓരോ വാക്കും അന്ധകാരത്തെ ഇല്ലാതാക്കട്ടെ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ എല്ലാം ക്ഷമയും കാരുണ്യവും വളരട്ടെ. നന്മയ്ക്ക് വേണ്ടിയുള്ള ഓരോ കർമ്മവും നമ്മളെ ശാന്തിയിലേക്ക് നയിക്കട്ടെ. പ്രേമം മാത്രമാണ് മാർഗദീപം. പ്രേമത്തിന് മാത്രമേ സാന്ത്വനം പകരാനും ഒന്നിപ്പിക്കുവാനും only the heart can expand as big as the universe. സമൂഹത്തെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷിക്കുവാനായി നടത്തുന്ന അവയുടെ ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും എൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സംരക്ഷിക്കുവാൻ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 50ഓളം സ്ത്രീകളെ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ആദരിച്ചു. മതസൗഹാർദ്ദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി അഹമ്മദിയ മുസ്ലിം മസ്ജിദ്, ക്ലാപ്പന സെന്റ് ജോർജ് ചർച്ച്, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം എന്നിവിടങ്ങളിൽ മതസൗഹാർദ്ദ സന്ദേശവുമായി യുവജന സംഘം സന്ദർശനം നടത്തിയിരുന്നു. ഇതിന്റെ ആഗോള പ്രതിനിധി സമ്മേളനത്തിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 300ഓളം പേരാണ് പങ്കെടുക്കുന്നത്. നേതൃപാഠവും, വ്യക്തിത്വ വികാസം, മൂല്യാധിഷ്ഠിത സേവനം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വിവിധ സെഷനുകളിലായി വിദഗ്ധർ ക്ലാസുകൾ കൈകാര്യം ചെയ്യും. CDNet News, Ochiറ.